പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. നടന്ന് നടന്ന് അയാൾ ചെന്നെത്തിയത് ചെറിയൊരു ഗ്രാമത്തിലാണ്. വളരെ ഭംഗിയുള്ള ഒരു ചെറു ഗ്രാമം. അയാൾ നന്നേ തളർന്നിരുന്നു. അയാൾ ഒരു വ്യാപാരി. വീട് വീടാന്തരം നടന്ന് തൻ്റെ ജീവിതം നെയ്തെടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പാവം യുവാവ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് കച്ചവടത്തിനിറങ്ങുമ്പോൾ ജീവിതം ഇത്രയും പരീക്ഷിക്കുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ദിനം പ്രതി കച്ചവടം കുറഞ്ഞു 2 ദിവസമായി ഒന്നും വിറ്റുപോയിട്ടില്ല. രാവിലെ മുതൽ നടക്കുകയാണ്. ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. ആരെങ്കിലും തനിക്ക് കഴിക്കാൻ അല്പം ഭക്ഷണം തരാതിരിക്കില്ല. അയാൾ പ്രതീക്ഷയോടെ ആദ്യത്തെ വീടിന്റെ വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ വന്ന് കതകു തുറന്നു. വിശന്ന് തളർന്ന തനിക്ക് അല്പം ഭക്ഷണം തരാമോ എന്ന് അയാൾ അവരോട് ചോദിച്ചു. എന്നാൽ ഭക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ കതകടച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾ അപേക്ഷിച്ച എല്ലാ വീട്ടുകാരുടെയും പ്രതികരണം ഇതുതന്നെയായിരുന്നു. അവരാരും ആ സാധുവിന് ഒരല്പം ഭക്ഷണം നൽകാൻ തയ്യാറല്ലായിരുന്നു. യുവാവ് നിരാശനായില്ല എന്ന് മാത്രവുമല്ല, അയാൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ലായിരുന്നു. അയാൾ ആ ഗ്രാമത്തിലെ സമ്പന്നമായ ഒരു വീടിന്റെ കതകിൽ മുട്ടി. ഒരു വൃദ്ധൻ കതകു തുറന്നു. യുവാവ് അദ്ദേഹത്തോട് ഒരു വലിയ കലത്തിൽ നിറയെ വെള്ളം തരാമോ എന്ന് ചോദിച്ചു. വൃദ്ധൻ കാര്യമെന്തെന്ന് അന്വേഷിച്ചു. ഈ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ പോലും ഭക്ഷണമില്ല. എല്ലാവരും പട്ടിണിയാണെന്ന് തോന്നുന്നു. യാത്രകൾക്കിടയിൽ എനിക്ക് കിട്ടിയ ഒരു മാന്ത്രിക കല്ലുണ്ട്. അത് വെച്ച് ഗ്രാമവാസികൾക്കായി സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അയാൾ പറഞ്ഞു. വൃദ്ധൻ അയാൾക്ക് ഒരു വലിയ കലം നിറയെ വെള്ളവും സൂപ്പിളക്കാൻ ഒരു സ്പൂണും നൽകി. കൂട്ടത്തിൽ തന്റെ വീടിന് മുന്നിലുള്ള വഴിയിൽ അടുപ്പ് കൂട്ടാനും സഹായിച്ചു. യുവാവ് തന്റെ സഞ്ചിയിൽ നിന്നും ഒരു മിനുസമുള്ള കല്ലെടുത്ത് കഴുകി കലത്തിലെ വെള്ളത്തിലിട്ടു. ഇളക്കുന്നതിനിടയിൽ അയാൾ വൃദ്ധനോട് കുറച്ച് ഉള്ളിയും ക്യാബേജും കൂടി ഉണ്ടെങ്കിൽ സൂപ്പ് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. വൃദ്ധൻ വീടിനകത്ത് പോയി കുറെ ഉള്ളിയും ക്യാബേജും കൊണ്ടുവന്നു. തുണി കഴുകി അയയിൽ വിരിച്ചുകൊണ്ട് നിന്ന അയലത്തെ വീട്ടിലെ സ്ത്രീ ഉള്ളിയും ക്യാബേജും വേവിക്കുന്ന മണമടിച്ചപ്പോൾ എന്തെന്നറിയാനായി അവിടേക്ക് വന്നു. മാന്ത്രിക സൂപ്പിന്റെ കഥ കേട്ടപ്പോൾ അവർക്കും കൗതുകമായി. യുവാവ് അവരോടായി പറഞ്ഞു, കുറച്ച് പച്ചക്കറികൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാന്ത്രിക സൂപ്പിന് പ്രത്യേക രുചി കിട്ടിയേനെ. ആ സ്ത്രീ വീട്ടിൽ പോയി ആവശ്യമായവ എടുത്തുകൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടുവന്നവർ സൂപ്പിന് വേണ്ട സാധനങ്ങൾ അവർ പോലും അറിയാതെ എത്തിച്ചുകൊണ്ടിരുന്നു. അവസാനം യുവാവ് വളരെ രുചിയുള്ള ഒന്നാന്തരം സൂപ്പ് എല്ലാവർക്കും വിളമ്പി തൻ്റെയും വിശപ്പടക്കി. മാന്ത്രിക കല്ല് ഉപയോഗിച്ചല്ല, പകരം ഗ്രാമവാസികളുടെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് സൂപ്പ് ഉണ്ടാക്കിയതെന്ന് യുവാവ് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയമായിരുന്നു. ഓർക്കുക, പങ്കിടൽ കരുതലാണ്. ഏത് കാര്യത്തിനാണെങ്കിലും ഓരോരുത്തരുടെയും ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പങ്കിടുന്നതിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിൽ സ്നേഹവും സാമൂഹ്യ ബോധവും വളർത്താൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ സന്തോഷം കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു എന്നവർ അറിയുന്നത് ഒരു സുഖമുള്ള അനുഭവമല്ലേ? ഹൃദയം കൊണ്ടുകൊടുത്ത് ഹൃദയം കൊണ്ട് വാങ്ങുന്നതല്ലേ സ്നേഹം?